മുഅ്മിനീങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പരിശുദ്ധമായിരിക്കുന്ന റമദാനാണല്ലോ ഞങ്ങളുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത്. ആ റമദാനിലെ ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ സ്വാഗതം ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അപ്പോൾ യാഥാർത്ഥ്യത്തിലുള്ള മുഅ്മിനായി ജീവിക്കണം. അപ്പോൾ യാഥാർത്ഥ്യത്തിലുള്ള മുഅ്മിൻ ആരാണ്? യാഥാർത്ഥ്യത്തിലുള്ള മുഅ്മിൻ ആരാണ്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമ്മളോട് താക്കീതായിട്ട് പറയുകയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ الذين يقيمون الصلاة ومما رزقناهم ينفقون إنما المؤمنون നിശ്ചയമായിട്ട് മുഅ്മിനീങ്ങളായ ആളുകളുണ്ടല്ലോ. യാഥാർത്ഥ്യത്തിലുള്ള മുഅ്മിനീങ്ങളെയാണ് ചർച്ച ചെയ്യുന്നത്. നിശ്ചയമായിട്ടും മുഅ്മിനീങ്ങളായ ആളുകളുണ്ടല്ലോ. ഇദാ അല്ലാഹു എന്ന് പറയപ്പെട്ടാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, അല്ലാഹു എന്നൊരു നാമം പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും അവരുടെ കൈകാലുകൾ വരക്കും, അവരുടെ ഹൃദയങ്ങൾ വരക്കും. ചെയ്തു പോയ അപരാധത്തിന്റെ പേരിൽ പേടി വരും. അതാണ് യാഥാർത്ഥ്യത്തിലുള്ള മുഅ്മിന്. അല്ലാഹുവിന്റെ പ്രവാചകരോട് സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിനെ പേടിക്കണമെന്നല്ല നിങ്ങൾ പറഞ്ഞത്. എവിടെയാണ് നബിയെ അന്നുള്ളത്? എവിടെയാണ് നബിയെ അന്നുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹ് അർശിലാണ്, അല്ലാഹ് അർശിലാണ് ഉള്ളത്. സ്വഹാബാക്കൾ ചോദിച്ചു, അയ്ന അർശുല്ലാഹ്, അയ്ന അർശുല്ലാഹ്, അല്ലാഹുവിന്റെ അർശ് എവിടെയാണ് നബിയേ? അല്ലാഹുവിന്റെ അർശ് എവിടെയാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഖൽബുൽ മുഅ്മിൻ. അല്ലാഹുവിന്റെ അർശ് എവിടെ കിടക്കുന്നതറിയുമോ? അത് സത്യവിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. സത്യവിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് അല്ലാഹുവിന്റെ അർശ് കിടക്കുന്നത്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഅ്മിനായിട്ട് ജീവിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസം നമ്മളിലേക്ക് ആഘാതമാകുന്നത്. ആ പരിശുദ്ധമായിരിക്കുന്ന റമദാൻ നന്മ വിതരപ്പെട്ടൊരു മാസമുണ്ടെങ്കിൽ, നന്മ വിതരപ്പെട്ടൊരു മാസമുണ്ടെങ്കിൽ അത് പരിശുദ്ധ റമദാനാണ്. അത് പരിശുദ്ധ റമദാനാണ്. തെറ്റിന്റെ കൂമ്പാരത്തിൽ 11 മാസക്കാലത്തോളം തെറ്റിന്റെ കൂമ്പാരത്തിൽ നടന്നപ്പോൾ നിനക്കൊരു തൗബയുടെ മാസം വന്നിരിക്കുകയാണ്. ആ തൗബയുടെ മാസം മാന്യമായിട്ട് നിങ്ങൾ സ്വീകരിച്ചോളെ. അതാണ് അത്. എന്തിനാണ് പരിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുന്നത്? നമ്മൾ ഇഖ്ലാസുള്ളവരാവാൻ വേണ്ടിയാണ്, മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ്. ഫാറൂഖിയമാനിയുടെ വക പറയല്ല, പാണ്ടിക്കാവിന്റെ വന്നനാട് ഫാറൂഖിയമാനിയുടെ പ്രഖ്യാപനമല്ല. ഇത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. 1414 മുമ്പ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ, അല്ലാഹുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, ആഗ്രഹമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ,
നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടത്? എങ്ങനെയാണ് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടത്? നിങ്ങളുടെ മുൻഗാമികളായ ആളുകള്, നിങ്ങളുടെ മുമ്പ് ഒരുപാട് പിതാക്കന്മാര്, ഒരുപാട് ആളുകൾ ജീവിച്ചു പോയി, ഒരുപാട് ഉമ്മമാരോട് ജീവിച്ചു പോയി, ഒരുപാട് പിതാക്കന്മാരോട് ജീവിച്ചു പോയി. അവർക്കൊക്കെ എങ്ങനെയാണോ നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടതെങ്കിൽ അതുപോലെ നിങ്ങളുടെ മേലും നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്തിനാണ് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടത്? എന്തിനാണ് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടത്? ലഅല്ലകും തത്തഖൂൻ, ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി, ഇഖ്ലാസുള്ളവരാവാൻ വേണ്ടി, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാൻ വേണ്ടി, നല്ല ഭയഭക്തിയുള്ളവരാവാൻ വേണ്ടി അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്, തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അപ്പോൾ ഈ പരിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസം വരുമ്പോൾ അതിനെ മാന്യമായിട്ട് സ്വീകരിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യണേ. കാരണം റമദാൻ മാസം വന്നിട്ട് നന്നാവാത്ത നീ ദുനിയാവ് നന്നാവില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 11 മാസക്കാല തെറ്റിലും അതുപോലെ ഒരുപാട് തെറ്റിലൊക്കെ നടന്നിട്ട് നമുക്ക് തൗബയുടെ മാസം വന്നിട്ട് അതിനെ നമ്മൾ സ്വീകരിക്കുന്നില്ലേ? എന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹു നമുക്ക് കാമിലായ ഈമാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. കാരണം ഇബ്ലീസിനെ സമ്മതിക്കൂല. നല്ല സ്ഥലത്തേക്ക് പോകുമ്പോൾ ആരും സമ്മതിക്കൂല. ഇതൊരു 10 കൂട്ടത്തിൽ എല്ലാവരും പോകണം. കാരണം അവസാനത്തെ പ്രസംഗം ഇനി എന്താവില്ല, ഒരു പ്രസംഗം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അത് ലാസ്റ്റ് പറഞ്ഞില്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വൈകിയാൽ എല്ലാവരും പോകണം. അപ്പോൾ ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ തെറ്റിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഓനെ ഭയങ്കര സന്തോഷമാണ്. ഇബ്ലീസിന് ഒരാളെ ഹറാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ, തെറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ, വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓൻ്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്. ഓനപ്പ ഹാപ്പിയാണ്. പക്ഷെ നല്ല കാര്യങ്ങൾ പറയോ അതാണ് ഓന് സഹിക്കൂല. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിക്കപ്പെട്ട ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, ശപിക്കപ്പെട്ടവനെ, നിന്റെ മുഖത്ത് എപ്പോഴും വല്ലാത്ത സന്തോഷമാണല്ലോ. ഓരോ മനുഷ്യനെ ഹറാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഓരോ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഓരോ മനുഷ്യനെ തെറ്റുകുറ്റകൃത്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ചൂതാട്ടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത ആനന്ദമാണല്ലോ. ശപിക്കപ്പെട്ടവനെ, എപ്പോഴെങ്കിലും ഈ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടോ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിക്കപ്പെട്ട ഇബ്ലീസിനോട് ചോദിക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ട ഇബ്ലീസ് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ തിരുറസൂലേ, ഓരോ മനുഷ്യനെ ഹറാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഓരോ മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ചൂഷണങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ നബിയേ, നാല് സന്ദർഭത്തില് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. 4 സന്ദർഭത്തിൽ ഇബ്ലീസ് തട്ടിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സന്ദർഭം എന്നറിയുമോ? അല്ലാഹുവിനെ ശപിച്ചപ്പോഴാണ്. അല്ലാഹുവിനെ ശപിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞ്
ഇബ്ലീസിനെ താണ്ടി സുരലോക സ്വർഗത്തിന് പുറത്താക്കിയപ്പോൾ അവൻ പേടിച്ച് വരച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ സന്ദർഭം ഏതെന്നറിയുമോ? സൂറത്തുൽ ഫാത്തിഹ ഓതിയപ്പോഴാണ്, ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ്. സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങുന്നങ്ങനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ അവൻ പേടിച്ച് വിറച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. നാലാമത്തെ സന്ദർഭം ഏതെന്നറിയുമോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ഭൂമിലോകത്തേക്ക് പിറന്നപ്പോൾ അവൻ പേടിച്ച് വിറച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ എന്താക്കണം? ആ പരിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാനിനെ നല്ല രൂപത്തിൽ